വാൽപ്പാറയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ചു. കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. അടുത്ത വർഷം നവംബർ 1-നകം കേരളം അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബവുമില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷനിലെ 231 ഭൂരഹിത ഭവനരഹിതർക്ക് 3 സെന്റ് വീതം ഭൂമിയുടെ കൈവശാവകാശ രേഖ കൈമാറുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വാൽപ്പാറയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ചു. കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് സാരമായ പരിക്കേറ്റു. കോയമ്പത്തൂരിൽ നിന്ന് വാൽപ്പാറ സന്ദർശിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികളുടെ ഇരുചക്ര വാഹനമാണ് രോഗിയുമായി പോയിരുന്ന സ്വകാര്യ ആംബുലൻസുമായി കൂട്ടിയിടിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കോയമ്പത്തൂരിൽ നിന്ന് വാൽപ്പാറ സന്ദർശിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികളുടെ ഇരുചക്ര വാഹനമാണ് രോഗിയുമായി പോയിരുന്ന സ്വകാര്യ ആംബുലൻസുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കോയമ്പത്തൂർ വട്ടമല പാളയം രാമകൃഷ്ണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശ്രീകാന്ത് എന്ന 20 വയസ്സുകാരനാണ് മരിച്ചത്. സുഹൃത്ത് റോഷനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോയമ്പത്തൂരിൽ നിന്നും 6 പേരടങ്ങിയ വിദ്യാർത്ഥി സംഘം 3 ബൈക്കുകളിലായി ഷോളയാർ ഡാം കാണുന്നതിനായി എത്തിയതായിരുന്നു. ഇതിൽ ശ്രീകാന്തും റോഷനും സഞ്ചരിച്ചിരുന്ന വാഹനം കരിമ്പലം ഭാഗത്ത് വെച്ച് ഉരുളിക്കൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് പച്ചമല എസ്റ്റേറ്റിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ടാറ്റ കോഫിയുടെ ഉടമസ്ഥയിലുള്ള ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അമിത വേഗതയിൽ വന്ന ഇരുചക്രവാഹനം ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവം നടന്ന ഉടനെ നാട്ടുകാർ സ്വകാര്യ വാഹനത്തിൽ ഇവരെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീകാന്ത് മരണപ്പെടുകയായിരുന്നു. റോഷനെ തുടർ ചികിത്സയ്ക്കായി പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായിരുന്നു ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത്. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് ഇന്നലെ രാത്രി 11:30-യോടെയായിരുന്നു സംഭവം. കാറിൽ നിന്ന് 4 പേരടങ്ങുന്ന സംഘം അപകടത്തിൽ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. ആംബുലൻസിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്താമെന്ന് പറഞ്ഞ് സംഘം മുങ്ങി. ആശുപത്രിയിലെത്തുമ്പോൾ അരുൺ മരിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അരുണിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. പാലിയക്കരയിലേക്ക് വിളിച്ചു വരുത്തിയ അരുണിനെയും മറ്റൊരാളെയും കല്ലൂർ, വട്ടനാത്ര എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് മർദ്ദിച്ച ശേഷം കാറിൽ കയറ്റി വരുന്നതിനിടെയാണ് കയ്പമംഗലത്ത് വെച്ച് ആംബുലൻസ് വിളിച്ച് അതിൽ കയറ്റിവിട്ടത്. ഇതിനു മുൻപായി കയ്പമംഗലത്തെ ഒരു വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായും വിവരം കിട്ടിയിട്ടുണ്ട്. മർദ്ദനമേറ്റ ആൾ സംഘത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ മർദ്ദിച്ച 4 പേരും കണ്ണൂർ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെത്തിയ കയ്പമംഗലം പോലീസ് 4 പേർക്കുമായി അന്വേഷണം ഊർജിതമാക്കി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അപകട രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തീകരിച്ച 295 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, 20 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഉൾപ്പെടെ 315 പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണ്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 6200 പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി സേവന സജ്ജരായി. ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 1000 പേർക്ക് പ്രൊഫഷണൽ പരിശീലനം നൽകുന്നത് ആലോചനയിലാണ്. 2ാം ഘട്ടമായി തിരഞ്ഞെടുത്ത 3300 പേർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നു. ഇവ പൂർത്തിയാകുന്നതോടെ അഗ്നിരക്ഷാസേനയ്ക്ക് കൂടുതൽ സഹായം നൽകാൻ കഴിയുന്ന 10,000 പേരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിക്കുകയാണ് ലക്ഷ്യം. ഇവർക്കായി ഗംബൂട്ട്, ഹെൽമറ്റ് തുടങ്ങിയ വ്യക്തി സുരക്ഷാ ഉപകരണങ്ങളും ആംബുലൻസ്, MEV വാഹനങ്ങളും ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങളും ലഭ്യമാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു.
സംസ്ഥാനത്ത് സാഹസിക രക്ഷാപ്രവർത്തനത്തിനായി വകുപ്പിന്റെ കീഴിൽ പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ട്. 30 പേർ അടങ്ങുന്ന പ്രത്യേക ദൗത്യസേനയും ജലാശയ അപകടങ്ങളിൽ നിന്നും ഫലപ്രദമായ രക്ഷാപ്രവർത്തനം നടത്താൻ സ്കൂബ ടീമും സജ്ജമാണ്. അഗ്നിരക്ഷാസേനയിൽ ലിംഗസമത്വം ഉറപ്പാക്കാനായതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ, ഡയറക്ടർ ടെക്നിക്കൽ എം നൌഷാദ്, ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ്, അക്കാദമി ഡയറക്ടർ MG രാജേഷ്, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ AS ജോഗി, AS ദിലീപ്, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ തുടങ്ങിയവർ സന്നിഹിതരായി. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ റെനി ലൂക്കോസ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പരേഡ് കമാൻഡർ TS അജിലേഷാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത്. +2 അടിസ്ഥാന യോഗ്യതയായ ഈ പരിശീലനം ലഭിച്ച 315 ട്രെയിനികളിൽ MTech യോഗ്യതയുള്ള 4 പേരും MBA ഉള്ള 2 പേരും B.Ed 3 പേരും 24 മറ്റു ബിരുദാനന്തര ബിരുദധാരികളും 51 B.Tech ബിരുദധാരികളും 158 ബിരുദധാരികളും 35 ഡിപ്ലോമക്കാരും ITI യോഗ്യതയുള്ള 8 പേരും +2 യോഗ്യതയുള്ള 17 പേരും ഉൾപ്പെടുന്നു. ഫയർ പ്രൊട്ടക്ഷൻ, ഫയർ ഫൈറ്റിംഗ്, ഇൻഡസ്ട്രിയൽ ഫയർ സേഫ്റ്റി, മൗണ്ടൻ റെസ്ക്യൂ, വെള്ളത്തിനടിയിലെ രക്ഷാപ്രവർത്തനം, വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനം, സെൽഫ് റെസ്ക്യൂ, വിവിധ രാസ അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം, പ്രഥമ ശുശ്രൂഷ എന്നിവ ഉൾപ്പെടെയുള്ള 4 മാസത്തെ അടിസ്ഥാന പരിശീലനവും കൂടാതെ കമാൻഡോ പരിശീലന രീതിയിൽ പുക നിറഞ്ഞതും ഇരുട്ടുള്ളതുമായ മുറികളിലെ രക്ഷാപ്രവർത്തനം, ശ്വസന സഹായികൾ ഉപയോഗിച്ച് ബഹുനില കെട്ടിടങ്ങൾ കയറിയുള്ള രക്ഷാപ്രവർത്തനം, ബേസിക് ലൈഫ് സപ്പോർട്ട്, യാതൊരുവിധ രക്ഷാ ഉപകരണങ്ങളും ലഭ്യമല്ലാത്ത അവസ്ഥയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായ ഇംപ്രവൈസ്ഡ് രക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണവും അവയുടെ പ്രായോഗിക പരിശീലനങ്ങളും 300 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ തുടങ്ങി വിവിധ വിഷയങ്ങളിലെ പ്രായോഗിക പരിശീലനവും നൽകി. മീഡിയ ടൈം, തൃശൂർ. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും റോഡിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമായി മാറുന്നു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നഗരസഭ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്ഥാപനത്തിൽ നിന്നാണ് സെപ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡിലേക്ക് ഒഴുക്കിവിടുന്നതായാണ് പരാതി. സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾക്കും മലിനജലത്തിൽ നിന്നുള്ള ദുർഗന്ധം ദുരിതമാവുകയാണ്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുകയാണ്. വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ മലിനജലം കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. അസഹനീയമായ ദുർഗന്ധത്തെ തുടർന്ന് പ്രദേശത്ത് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇത് സംബന്ധിച്ച് MLA, നഗരസഭാ ചെയർമാൻ എന്നിവരോട് നേരിട്ട് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും പറയുന്നു. മാസങ്ങളായി ഇവിടെ മലിനജലം ഒഴുകി തുടങ്ങിയിട്ട് നഗരസഭയും ദേശീയപാത അധികൃതരും പരസ്പരം പഴിചാരുന്നതല്ലാതെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നില്ലെന്നാണ് ആരോപണം. മലിനജലത്തിന്റെ ഉറവിടം നഗരസഭാ പരിധിയിലും ഒഴുകി വരുന്നത് ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെയാണ്. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ ചാലക്കുടിയിൽ വ്യാപകമാകുമ്പോഴും സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നത് തടയാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. മീഡിയ ടൈം, ചാലക്കുടി. കോസ്മോസ് ക്ലബ്ബിൽ നടന്ന ചാലക്കുടി ഉപജില്ലാ നീന്തൽ മത്സരത്തിൽ വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ 3ാം തവണയും ഓവറോൾ കിരീടം കരസ്ഥമാക്കി. ചാലക്കുടി ഉപജില്ലയിലെ 15 സ്കൂളുകളിൽ നിന്നായി 220 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. വെറ്റിലപ്പാറ സ്കൂളിന് 120 പോയിന്റാണ് ലഭിച്ചത്. 2022-2023 വർഷങ്ങളിലും വെറ്റിലപ്പാറ സ്കൂൾ ചാമ്പ്യൻ പദവി നേടിയിരുന്നു. സ്കൂൾ അധ്യാപകരും PTAയും അതിരപ്പള്ളി റോട്ടറി ക്ലബ്ബും ചേർന്നാണ് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളതും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടതുമായ കുട്ടികളെ ചാലക്കുടി കോസ്മോസ് ക്ലബ്ബിൽ കൊണ്ടുപോയി പരിശീലനം നൽകിയത്. കോസ്മോസ് ക്ലബ്ബാണ് കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനത്തിന് അവസരം ഒരുക്കിക്കൊടുത്തത്. തുടർച്ചയായി 3ാം തവണയും കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം നൽകിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ പോലീസ് സബ് ഇൻസ്പെക്ടറും മാസ്റ്റേഴ്സ് വിഭാഗം അന്താരാഷ്ട്ര സ്വർണ്ണ മെഡൽ ജേതാവുമായ അനിൽകുമാർ PD ആണ്. സീനിയർ വിഭാഗത്തിൽ നോയൽ ജോഷി 5 ഒന്നാം സ്ഥാനവും അശ്വിൻ MC 4 ഒന്നാം സ്ഥാനവും, ജൂനിയർ വിഭാഗത്തിൽ ആദിൻ AJ 2 ഒന്നാം സ്ഥാനവും 2 രണ്ടാം സ്ഥാനവും, ട്രൈബൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന വിപിൻ സാതേന്ദ്രൻ 3 ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ട്രൈബൽ വിഭാഗത്തിൽ നിന്നും 10 കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചു. വെറ്റിലപ്പാറ സ്കൂളിന് 120 പോയിന്റാണ് ലഭിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. അടുത്ത വർഷം നവംബർ 1-നകം കേരളം അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബവുമില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷനിലെ 231 ഭൂരഹിത ഭവനരഹിതർക്ക് 3 സെന്റ് വീതം ഭൂമിയുടെ കൈവശാവകാശ രേഖ കൈമാറുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
2016 സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതി എല്ലാവർക്കും ഭൂമിയും വീടും ലഭ്യമാക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായി പട്ടയ വിതരണം കാര്യക്ഷമമായി നിർവഹിച്ചു. ഇതോടൊപ്പം ലൈഫ് മിഷൻ ആരംഭിച്ചു. കഴിഞ്ഞ 8 വർഷത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 3,58,000-ലധികം കുടുംബങ്ങൾക്ക് പട്ടയവും 4,25,000-ലധികം വീടുകളും നൽകാൻ കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് തൃശൂർ കോർപ്പറേഷനിൽ ഭൂമി വിതരണം നടത്തിയതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മാറ്റാംപുറത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചിന്നിക്കര, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ V ആന്റണി, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. സീറോ മലബാർ സഭയിൽ എല്ലായിടങ്ങളിലും ഒരുപോലെ കുർബാന അർപ്പിക്കപ്പെടണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. മോതിരക്കണ്ണി ബാലിക്കുളത്ത് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറാലിയുടെ നേതൃത്വത്തിൽ ഫർണിച്ചറുകൾ ഉൾപ്പെടെ 17.5 ലക്ഷം രൂപ മുടക്കി നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ കൊച്ചുഭവനും സുന്ദരഭവനത്തിന്റെ വെഞ്ചിരിപ്പും താക്കോൽദാന ചടങ്ങും നിർവഹിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. മുൻഗാമി കർദിനാൾ വർക്കി വിധേയത്തിലിന്റെ കാലം മുതൽ എടുത്ത തീരുമാനമാണ്. 35 രൂപതകളിൽ 34-ലും തീരുമാനം പ്രാവർത്തികമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് നടത്തിയ പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മുൻ MP ഡോക്ടർ ചാൾസ് ഡയസ് അധ്യക്ഷനായി. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറാലി, സനീഷ് കുമാർ ജോസഫ് MLA, പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശിവദാസൻ, ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, ജെയ്സൺ മാണി, ഫാദർ ബിജു പാറപ്പുറം, സിസ്റ്റർ ഐറിൻ ഇട്ടിച്ചൻ, KS അശോകൻ, VO പൈലപ്പൻ, CB K തോമസ്, ഡസ്റ്റിൻ താക്കോൽക്കാരൻ, ജോർജ് V ഐനിക്കൽ, ആനി ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അനൗൺസർക്ക് ആവേശം മൂത്തപ്പോൾ മുഖ്യമന്ത്രി തന്നെ തിരുത്തി. തൃശൂരിൽ ഭൂരഹിതർക്ക് ഭൂമി നൽകുന്ന ചടങ്ങിൽ കാണികളെ നിർബന്ധിച്ച് കൈയടിപ്പിക്കേണ്ടെന്ന് അനൗൺസർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിർദ്ദേശം നൽകിയത്. മാറ്റാംപുറത്തായിരുന്നു ചടങ്ങ് നടന്നത്. കോർപ്പറേഷന്റെ ജീവനക്കാരനെയാണ് ചടങ്ങിൽ അനൗൺസറായി നിയമിച്ചത്. 8 വർഷമായി ഞാനാണ് സ്ഥിരം അനൗൺസർ എന്നും ആ ഭാഗ്യം വീണ്ടും ഈ ചടങ്ങിൽ കിട്ടിയെന്നും പറഞ്ഞായിരുന്നു തുടക്കം. മേയർ തന്റെ സുഹൃത്താണെന്നും ഈ ചടങ്ങ് കേരളത്തിലെ ചരിത്ര സംഭവമാണെന്നും അനൗൺസർ അറിയിച്ചുകൊണ്ടിരുന്നു. ആവേശം കത്തിക്കയറിയപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടു. ഇവിടെ ആരെയും നിർബന്ധിച്ച് കൈയടിപ്പിക്കേണ്ടെന്നും അദ്ദേഹം കർശനമായി നിർദ്ദേശം നൽകുകയായിരുന്നു. BJP പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. BJP പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ രാജേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, ജോസഫ് പടമാടൻ, CS അനുമോദ് എന്നിവർ സന്നിഹിതരായിരുന്നു. 29 പേർ BJP അംഗത്വം സ്വീകരിച്ചു. ചാലക്കുടി അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ദിവസവും കാട്ടാനയെത്തി. തിങ്കളാഴ്ച രാത്രിയോടെയാണ് കാട്ടാന സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് സ്റ്റേഷന് മുന്നിലെ തെങ്ങിൽ നിന്നും പട്ട പറിച്ചെടുക്കുകയും ചെയ്തു. പോലീസും വനപാലകരും ഏറെ പരിശ്രമിച്ചിട്ടാണ് ആനയെ വനത്തിലേക്ക് ഓടിച്ചുവിട്ടത്. 2 ആഴ്ച മുമ്പും കാട്ടാന സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. മാള റോട്ടറി ക്ലബ്ബും കൊച്ചൗസിപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി പൊയ്യ ചെന്തുരുത്തിയിലെ ബിജു ആശ ദമ്പതിമാരുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ സമർപ്പണവും ഗൃഹപ്രവേശവും നടത്തി. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പോൾ പാറയിൽ താക്കോൽ സമർപ്പണം നിർവഹിച്ചു. സെക്രട്ടറി അലോഷ്യസ് സ്റ്റീഫൻ, ഡോക്ടർ ലിയോൺ വർഗീസ്, ജോൺസൺ മോഡി, സാബു കളപ്പുരയ്ക്കൽ, ടോമി മുരിങ്ങപ്പുറത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊരട്ടിയിലെ പാതയത്തിൽ പൊതിച്ചോറുകൾ നൽകി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോർജ് ഉദ്ഘാടനം ചെയ്തു. KN വേണു, സാൻജോ ഡേവിസ്, ഗിഫ്റ്റി N ഷാ,
സ്മിത, ആരതി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി മലക്കപ്പാറയ്ക്ക് സമീപം മയിലാടുംപാറയിൽ കാട്ടാനക്കൂട്ടം ക്രഷും വീടും തകർത്തു. തിങ്കളാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. ക്രഷ് തകർത്ത കാട്ടാനക്കൂട്ടം സമീപത്തെ വീടും തകർത്തു. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിച്ച ലയമാണ് ആനക്കൂട്ടം തകർത്തത്. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് കലയും കുടുംബവും പുറത്തേക്കോടി രക്ഷപ്പെട്ടു. അയൽവാസികളെത്തി ബഹളം വെച്ചാണ് കാട്ടാനക്കൂട്ടത്തെ ഓടിച്ചുവിട്ടത്. പ്രദേശത്തെ കാട്ടാനശല്യം രൂക്ഷമായതോടെ തോട്ടം തൊഴിലാളികൾ ഭയത്തോടെയാണ് ലയങ്ങളിൽ താമസിക്കുന്നത്. പുത്തഞ്ചിറ പ്രദേശ് പുരുഷ സ്വയം സഹായ സംഘം വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ AN രേണുക, സംഘം പ്രസിഡന്റ് തിലകൻ, സെക്രട്ടറി ഷൈജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ടീമുകളിലെ കൈകൊട്ടിക്കളി നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ചു. കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. അടുത്ത വർഷം നവംബർ 1-നകം കേരളം അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബവുമില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷനിലെ 231 ഭൂരഹിത ഭവനരഹിതർക്ക് 3 സെന്റ് വീതം ഭൂമിയുടെ കൈവശാവകാശ രേഖ കൈമാറുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.